ബഹുമാന്യരായ പ്രേക്ഷകരെ, ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വിശ്വാസിയുടെ പ്രതികരണം അറിയിച്ചത് നിങ്ങളെ കേൾപ്പിക്കുവാനാണ്. മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ ഒരു വിശ്വാസിയാണ്. അദ്ദേഹം അയച്ച ഒരു കത്ത്, ആ കത്ത് എല്ലാവരും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം അയച്ചു തന്ന കത്ത് എല്ലാ വിശ്വാസികളും, മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ എല്ലാ വിശ്വാസികളും ഒന്ന് കേട്ടിരിക്കണം എന്ന് അദ്ദേഹത്തിനൊരു താല്പര്യമുണ്ട്. മാത്രമല്ല, ഞാൻ ആ കത്ത് വായിച്ചപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കുടെയും ശ്രദ്ധയിൽപ്പെടുന്നതും ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോ തികച്ചും മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഈ സഭയിലെ മറ്റ് വിശ്വാസികളുമായി പരസ്പരം ബന്ധപ്പെടുന്നതിനോ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നതിനോ മറ്റൊരു മാർഗങ്ങളോ ഒന്നും സഭ ചെയ്തു തരാത്തത് കൊണ്ട് നമ്മളധികം സോഷ്യൽ മീഡിയയാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയേണ്ടവരും അറിയാത്തവരും ഒക്കെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ പ്രത്യേകിച്ചും മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ കത്തിലേക്ക് പോവുകയാണ്. ചില ദൈർഘ്യമുള്ള കത്താണ്, എങ്കിലും എല്ലാവരും ശ്രദ്ധിച്ച് അത് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ കത്തിലേക്ക് പോവുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര ക്രിസ്ത്യൻ ചർച്ച് സഭയുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് ഉതകട്ടെ എന്ന ചിന്തയോടെ തയ്യാറാക്കുന്ന ഒരു ലെറ്ററാണിത്. അല്പം ദൈർഘ്യമുണ്ടെങ്കിലും മുൻവിധിയോടുകൂടിയും വിമർശന ബുദ്ധിയോടെയും ശ്രദ്ധിക്കാതെ സത്യം ഗ്രഹിക്കണമെന്ന ആഗ്രഹത്തോടെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കുകയും MCCയിലെ എല്ലാ വിശ്വാസികൾക്കും പരമാവധി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഒരു നല്ല നാളേക്കായി നമുക്കൊരുങ്ങാം. നിലവിലുള്ള ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തി സഭാ സംവിധാനത്തിന് ഉതകുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ ബഹുമാനപ്പെട്ട സഭാ കൗൺസിലിനെ സമീപിക്കുകയും അനുകൂല നിലപാട് എടുപ്പിക്കുകയും ചെയ്തു. എങ്കിലും 2022 മാർച്ച് 5 മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ കൂടിയ തസ്കര സുന്നഹദോസ് അതിനെ അട്ടിമറിക്കുകയും ഈ ഭരണഘടന കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തത് ഏവർക്കും അറിവുള്ള കാര്യമാണ്. ഭരണഘടന എപ്പോഴും സംഘടനയുടെ എല്ലാവിധത്തിലുമുള്ള വളർച്ചയ്ക്ക് ഉതകുന്നതായിരിക്കണം, ഏതാനും വ്യക്തികളുടെ മാത്രമല്ല. അനുസരിച്ച് നാം പ്രവർത്തിക്കുകയും വേണം. ഭരണഘടന എന്നാൽ എന്തിനാണ് ഭരണഘടന? ഭരണഘടന സംഘടനയുടെ വളർച്ചയ്ക്കോ അതോ ഏതാനും വ്യക്തികളുടെ നേട്ടത്തിനോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിലവിലുള്ള ഭരണഘടന MCC എന്ന സംവിധാനത്തിന് ഒരു വിധത്തിലും പ്രയോജനം ചെയ്യുന്നതല്ല. ഞാൻ, ഞങ്ങൾ, ഞങ്ങളിലൂടെ മാത്രം തുടങ്ങിയ ഇടുങ്ങിയ ചിന്താഗതികൾ മാറ്റിവെച്ച് കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെയും അംഗീകരിക്കുവാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അക്കമിട്ട് ചില വസ്തുതകൾ പ്രസ്താവിക്കാം. 1. ഭരണസമിതി തിരഞ്ഞെടുപ്പ്. MCC എന്ന സംവിധാനം നിലവിൽ വന്ന ശേഷം എക്സിക്യൂട്ടീവ് സമിതിയിലുള്ളവരെ വകുപ്പ് തലവന്മാർ അഥവാ ഗ്രൂപ്പ് ലീഡേഴ്സ് ചേർന്ന് തിരഞ്ഞെടുക്കണം എന്ന ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം 1991 ബഹുമാനപ്പെട്ട ജോൺ പാറപ്പുഴയുടെ വസതിയിൽ അദ്ദേഹം മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പുഴയുടെ തീരത്തായി ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അവിടെ വെച്ചാണ് MCCയിലെ ഗ്രൂപ്പ് ലീഡേഴ്സിൻ്റെ ആദ്യത്തെ കൂടിവരവ് നടക്കുന്നത്. ഒരു 40 പേരിൽ കൂടുതൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. ആ മീറ്റിങ്ങിൽ വെച്ചാണ് സഭാ കൗൺസിൽ അംഗങ്ങളെ ആദ്യമായി തിരഞ്ഞെടുക്കുന്നത്.
അതിനുശേഷം ഞാൻ തന്നെ എന്നെ തിരഞ്ഞെടുക്കുക എന്നൊരു സമീപനമാണ് നമ്മൾ തുടർന്ന് വരുന്നത്. പിന്നീട് 1995 ആയപ്പോൾ ജനറൽ ബോഡിയിൽ ശക്തിയുക്തം കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നവർ എന്ന നിലയിൽ അവരുടെ വായടയ്ക്കാൻ ചിലരെ കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട NM എൽദോസ്, ബഹുമാനപ്പെട്ട MB ജോസ്, ബഹുമാനപ്പെട്ട PP ബാബു തുടങ്ങിയവർ ഭരണസമിതിയിൽ എത്തിയത്. അവർ ഭരണസമിതി അംഗങ്ങളായതിനു ശേഷം നടന്ന പൊതുയോഗത്തിലും വീണ്ടും അവരിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട കുന്നുമേലച്ചൻ മുന്നറിയിപ്പ് നൽകി, ഭരണസമിതി അംഗങ്ങൾക്ക് ചോദ്യം ചെയ്യുവാൻ അവകാശമില്ല. അതോടെ അവരുടെ വായടഞ്ഞു. പിന്നീട് മറ്റു ചിലർ ചോദ്യങ്ങളുമായി എഴുന്നേറ്റപ്പോൾ ഇരിക്കവിടെ എന്ന രീതിയിൽ അടിച്ചമർത്തലിൻ്റെ നയമാണ് സ്വീകരിച്ചത്. അതിനുശേഷം 2018 കൂട്ടിച്ചേർപ്പിൽ ബഹുമാനപ്പെട്ട NK ബേബി, ബഹുമാനപ്പെട്ട MP ബേബി, ബഹുമാനപ്പെട്ട സാജൻ തോമസ്, ബഹുമാനപ്പെട്ട OA മാത്യു തുടങ്ങിയവർ ഭരണസമിതിയിലെത്തി. പിന്നീട് കേസും കോടതിയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട PK ജോർജ് സാറിനെയും ഭരണസമിതിയിലെടുത്തു. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കിൽ ഒതുക്കി എന്ന് പറയുന്നതാവും ശരി. കാരണം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭീഷണി കണ്ടിട്ടില്ല. ഞാൻ തന്നെ എന്നെ തിരഞ്ഞെടുത്തിട്ട് എല്ലാവരും കൂടി എന്നെ തിരഞ്ഞെടുത്തു എന്ന കള്ള സത്യവാങ്മൂലം രജിസ്ട്രാർക്ക് നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വരികയാണ് നാളിതുവരെ ചെയ്തിരുന്നത്. ഭരണസമിതിയിലേക്ക് നടന്ന ഈ 2 വികസനവും MCPF ജനറൽ ബോഡിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയല്ല നടന്നിട്ടുള്ളത് എന്നെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. പ്രാദേശിക സഭകളിൽ സർക്കുലർ എത്തിയ ശേഷമാണ് ബഹുഭൂരിപക്ഷ അംഗങ്ങളും ഈ കാര്യം അറിഞ്ഞത് തന്നെ. അതിനാലാണ് ഭരണഘടന അനുസരിച്ച് ഈ സംഘടന മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടത്. 2022 ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന വ്യാജേന ഒരു പ്രഹസനം നടത്തുകയുണ്ടായി. ബോർഡ് യോഗത്തിൻ്റെ അംഗീകാരമില്ലാതെ സ്വയം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പേരുകൾ ബോർഡിൽ എഴുതിയിട്ട് അവരെ വീണ്ടും നാമനിർദ്ദേശം ചെയ്തു. അധികാരക്കൊതി ഇല്ല എന്ന് വീമ്പിളക്കുന്ന ഒരാളും സ്വയം മാറി നിൽക്കുവാൻ തയ്യാറായില്ല. 2. വകുപ്പ് തലവന്മാർ അഥവാ ഗ്രൂപ്പ് ലീഡേഴ്സ്. ഭരണസമിതി അംഗങ്ങളെ വകുപ്പ് തലവന്മാർ അഥവാ ഗ്രൂപ്പ് ലീഡേഴ്സ് ചേർന്ന് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്നാണ് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. വകുപ്പ് തലവന്മാർ എന്നാൽ എന്ത്? ആരൊക്കെയാണവർ? 1991-92 കാലഘട്ടത്തിൽ ഇതിന് പ്രസക്തി ഉണ്ടായിരുന്നു. 1992 ശേഷം പ്രാദേശിക ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിക്കുകയും അവ സഭ എന്നറിയപ്പെടുവാനും തുടങ്ങി. അങ്ങനെ സഭ നടത്തിപ്പിനായി ഗ്രൂപ്പ് ലീഡർമാരിൽ നിന്നും വിവാഹിതരായവർ പാസ്റ്റേഴ്സും അവിവാഹിതർ സുവിശേഷകരുമായി നിയമിതരായതോടെ വകുപ്പ് തലവന്മാർ എന്ന വ്യവസ്ഥ കാലഹരണപ്പെട്ടു. ഇപ്പോൾ വകുപ്പ് തലവന്മാർ അഥവാ ഗ്രൂപ്പ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ, സുവിശേഷകൻ, എൽഡർ എന്നാണ് ഭരണഘടന പ്രകാരം അർത്ഥമാക്കുന്നത്. ഈ വകുപ്പ് തലവന്മാരും സഭാപ്രതിനിധികളും ചേർന്ന് ഗ്രൂപ്പ് ലീഡേഴ്സിൽ നിന്നും ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ആ ഭാഗം വ്യാഖ്യാനിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, നാമനിർദ്ദേശം സ്വീകരിച്ചു, തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളെ പോലും തോൽപ്പിക്കുന്ന തലത്തിലേക്ക് ആത്മീയ ലോകം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. ആ സ്ഥാനത്ത് എന്തുകൊണ്ടും MCPF എന്ന പ്രസ്ഥാനം മറ്റ് ക്രിസ്തീയ സംഘടനകൾക്കൊരു മാതൃക തന്നെയാണ്. അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. പക്ഷേ നാളിതുവരെയുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പ് രീതി നോക്കിയാൽ ഇതിലും ഭേദം ഇലക്ഷൻ നടത്തുന്നതല്ലേ എന്ന് തോന്നിപ്പോകുന്നു. രക്ഷിക്കപ്പെടാത്ത, മാനസാന്തരപ്പെടാത്ത, പരിശുദ്ധാത്മാവില്ലാത്ത തനി കച്ചറ ആളുകൾ രൂപീകരിക്കുന്ന സംഘടനകളിൽ കാണുന്നത് പോലെയുള്ള ഉഡായിപ്പ് നമുക്ക് വേണോ? ഇത് ചൂണ്ടിക്കാണിക്കുന്നവൻ ജഡീകർ, അനാത്മീകൻ.
ആത്മാവില്ലാത്തവൻ, സഭയെ തകർക്കാൻ നടക്കുന്നവർ, വേണമെങ്കിൽ അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാനും പറയും. അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് രീതി കുറേ കൂടി സുതാര്യമാകേണ്ടിയിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടേണ്ട മുഴുവൻ അംഗങ്ങളെയും ജനറൽ ബോഡിയുടെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടി തിരഞ്ഞെടുക്കണം. മത്സരം വേണമെന്ന് പറയുന്നില്ല, പക്ഷേ എല്ലാവർക്കും അവസരം വേണം. അല്ലാതെ ഏതാനും പേർ മാത്രം തുടർച്ചയായി നേതൃത്വത്തിൽ ഇരിക്കുന്നത് നല്ല കീഴ്വഴക്കമല്ല. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ആർക്ക് വേണമെങ്കിലും മത്സരിച്ച് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാം. എന്നാൽ ഒരാത്മീയ സംവിധാനത്തിൽ ഏകകണ്ഠമായ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഉചിതമായിട്ടുള്ളത്. പക്ഷേ അത് നീതിപൂർവമായിരിക്കണം എന്ന് മാത്രം. ഒരിക്കൽ ജനറൽ ബോഡിയിൽ ഭരണസമിതിയുടെ കാലാവധി 3 വർഷമാക്കിക്കൊണ്ടുള്ള ഒരു ഭേദഗതി പാസാക്കിയിരുന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ഭരണസമിതിക്ക് കാലാവധി ഉള്ളതുപോലെ ഭരണസമിതി അംഗങ്ങൾക്കും കാലാവധി നിശ്ചയിക്കണം. 3. കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഭരണസമിതിയിൽ അംഗങ്ങളായിരിക്കുന്നവർ ഒന്നുകിൽ ഏതെങ്കിലും 1-2 മേഖലകളിൽ നിന്നുള്ളവർ, അല്ലെങ്കിൽ 1-2 പ്രാദേശിക സഭകളിൽ നിന്നുള്ളവർ. എന്തിന്, കണ്ണാറ സഭയിൽ നിന്ന് തന്നെ 5 പേർ ഇതിനോടകം ഭരണസമിതിയിൽ വന്നു കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, ഒരു വീട്ടിൽ നിന്നും ഒരേ സമയം 2 പേർ കൗൺസിലിൽ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ അംഗമായിരിക്കുക എന്നത് മലങ്കര സഭയിൽ മാത്രം കാണുന്ന അപൂർവതയാണ്. മാത്രമല്ല, യാക്കോബായ സഭയിൽ ഒരാൾ എന്തായിരുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല നിയമനങ്ങളും നടന്നിട്ടുള്ളത്. ഉദാഹരണം, അവിടെ അച്ഛന്മാർ ആയിരുന്നവർ ഇവിടെ കൗൺസിൽ അംഗങ്ങളായി, അവിടെ കപ്പ്യാർ ആയിരുന്നവയാൾ ഇവിടെ സൺഡേ സ്കൂൾ ഡയറക്ടറായി, കൈക്കാരൻ ട്രസ്റ്റിയായി. പിന്നീട് മറ്റു ചിലർ ബോർഡ് യോഗത്തിൽ ശബ്ദിച്ചപ്പോൾ അവരും തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ സ്വന്തം ബന്ധം, ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. ഏകകണ്ഠമായി തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എല്ലാവർക്കും, പ്രത്യേകാൽ ദൈവകൃപയും കഴിവും പ്രാപ്തിയുമുള്ളവർക്ക് അവസരം ലഭിക്കേണ്ടതിനും മറ്റു സംഘടനകൾക്കും അതിലുപരി നമ്മുടെ വരും തലമുറയ്ക്കും അതൊരു നല്ല മാതൃകയായിരിക്കും. 4. ഭരണഘടന ബൈബിൾ ഭരണഘടനയാക്കി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലോകത്തിലെ ഏക പ്രസ്ഥാനം എന്നൊക്കെയാണ് നാളിതുവരെ നമ്മെ പറഞ്ഞു പറ്റിച്ചിരുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് പലതും നടക്കുന്നത്. ബൈബിൾ പറയുന്നത് പുതിയ ശിഷ്യനും അരുത്, 1 തിമോത്തിയോസ് 3:6. മൂത്തവൾക്ക് മുമ്പേ ഇളയവളെ കൊടുക്ക ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല, ഉൽപ്പത്തി 29:26. എന്നിരിക്കെ നാളിതുവരെ നടന്ന കൂട്ടിച്ചേർക്കലുകളെ ശ്രദ്ധിച്ചാൽ പല നിയമനങ്ങളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാം. കണ്ണേത്ത് മോളയിൽ അച്ഛന്മാർ സ്നാനപ്പെട്ടു വന്നപ്പോൾ താമസം വിന അവർ ഭരണസമിതിയിൽ അംഗങ്ങൾ ആകുകയുണ്ടായി. 2018 കൂട്ടിച്ചേർക്കൽ ശ്രദ്ധിച്ചാൽ 2007 ശേഷം ഈ സഭയിൽ അംഗത്വം എടുത്ത വ്യക്തിയെപ്പോലും കൗൺസിൽ മെമ്പറും സൺഡേ സ്കൂൾ ഡയറക്ടറും മേഖലാ ഭാരവാഹിയുമാക്കി. 1991 ഗ്രൂപ്പ് ലീഡേഴ്സ് എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തവരിൽ പലരും ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ ഒന്നുമല്ല. എന്ന് വരുമ്പോൾ ആ സമയത്ത് മലക്കപ്പിള്ളകളായിരുന്നവർ ഇന്ന് ഭരണസമിതി അംഗങ്ങളായി വിരസുന്നു. ഇതെന്ത് നീതി, കൃപ എന്നല്ലാതെ എന്ത് പറയാൻ? സത്യത്തിൻ്റെ തൂണായ ദൈവസഭയിൽ നടക്കുന്ന ഇത്തരം അനീതികൾ പിഴുതെറിയപ്പെടണം. ഏത് അടിസ്ഥാനത്തിലാണ് ഈ നിയമനങ്ങൾ നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. 1991 കാലഘട്ടം മുതൽ തന്നെ സഭാ ശുശ്രൂഷകരായി നിയമനം ലഭിച്ച ധാരാളം പേർ ഇവിടെ ഉള്ളപ്പോൾ 2000 ശേഷം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ വന്നവർ പൊതു ശുശ്രൂഷകരും ഭരണസമിതി അംഗങ്ങളുമായി എന്നുള്ളത് വേദപുസ്തക വിരുദ്ധമായ കാര്യമായതുകൊണ്ട് അപലപിക്കേണ്ടിയിരിക്കുന്നു. സീനിയർ ശുശ്രൂഷകന്മാരും 1990 കാലഘട്ടം മുതൽ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഉണ്ടായിരിക്കെ പുതിയ ശിഷ്യന്മാരും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും വന്ന് ഇവിടെ സഭാശുശ്രൂഷ ലഭിച്ചവരെയും ഭരണസമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് വ്യക്തി താൽപ്പര്യം സംരക്ഷിക്കുവാനോ സംഘടനയുടെ വളർച്ചയ്ക്കോ. 5. നമ്മൾ പഴയ നിയമം പഠിച്ചാൽ
ഇസ്രായേൽ സമൂഹത്തിൽ ഒരാൾ പ്രായപൂർത്തിയായതായി പരിഗണിക്കപ്പെടുന്നത് 20 വയസ്സ് ആകുമ്പോൾ മാത്രമാണ്. ആത്മീക ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ നിർണയിച്ചിരിക്കുന്നത് 30 വയസ്സാണ്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് മൂപ്പന്മാർ എന്ന ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ആത്മീക ശുശ്രൂഷ ഏൽക്കുവാൻ പ്രായപരിധി കൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഭരണപരമായ കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നവർ പ്രായവും പക്വതയും നല്ലതാണ്. അല്ലെങ്കിൽ കൗൺസിൽ മീറ്റിങ്ങിൽ അങ്ങനെയുള്ളവർ കാലിന്മേൽ കാലും കയറ്റിയിരിക്കുന്നത് മറ്റുള്ളവർ കാണേണ്ടി വരും. 6. 1990 സെൻറ്റ് പോൾസ് പ്രെയർ ഫെലോഷിപ്പിൽ നിന്നും വേർപിരിഞ്ഞ് മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ 3-ാം ശനിയാഴ്ച കൂടിവരവ് ആരംഭിച്ചപ്പോൾ അന്നത്തെ സാഹചര്യത്തിനനുസൃതമായി രൂപപ്പെടുത്തിയ ഭരണഘടനയാണ് ഇന്നും ഉള്ളത്. ഇത് രജിസ്റ്റർ ചെയ്യുന്ന കാലത്ത് ഇന്നുള്ളതുപോലെ ഒരു സഭാ സംവിധാനമെന്ന ആശയം ഇതിന് പുറകിൽ പ്രവർത്തിച്ചവർക്കുണ്ടായിരുന്നുവോ എന്ന് സംശയാസ്പദമാണ്. ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഒപ്പിട്ടിരിക്കുന്ന 7 പേരിൽ 2 പേരൊഴികെ ഇന്ന് ജീവനോടിരിക്കുന്ന 5 പേർ ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിലില്ല. ഈ ഭരണഘടനയുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുന്നു. അതിനാൽ മലങ്കര MCC എന്ന സഭാ സംവിധാനത്തിന് ഉതകുന്ന ഭരണഘടന ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രാദേശിക സഭാ ശുശ്രൂഷകർ, പൊതു ശുശ്രൂഷകർ തുടങ്ങിയവരുടെ നിയമനം, ശുശ്രൂഷകന്മാരുടെ സ്ഥലം മാറ്റം, പുത്രികാ സംഘടനകൾ, സൺഡേ സ്കൂൾ, യൂത്ത് അസോസിയേഷൻ, സോദരി സമാജം, ബാഹ്യ കേരള പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും നിലവിലെ ഭരണഘടനയിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ ബൈബിൾ അടിസ്ഥാന പ്രമാണമാണെങ്കിലും ആ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ് നമ്മുടെ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. 7-മതായി, കഴിഞ്ഞ 30 വർഷമായി എല്ലാ കൊല്ലവും ഭരണസമിതി അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്രാദേശിക സഭാ ശുശ്രൂഷകന്മാരുടെ സ്ഥലം മാറ്റം എന്നുള്ളത്. ആദ്യം ഒരു ലിസ്റ്റുണ്ടാക്കും, പിന്നീടത് പൊളിച്ചെഴുതും. പല സഭകളും അത് അംഗീകരിക്കാതെ വരുന്നു. കുറുക്കൻ കോഴിക്കൂട്ടിലേക്ക് നോക്കുന്നത് പോലെ ചില സഭകളെ നോക്കി വെള്ളമിറക്കുന്നു. കിട്ടാതെ വരുമ്പോൾ ഉള്ളത് മതി എന്ന് വയ്ക്കുന്നു. മറ്റു ചിലർക്ക് സഭ തന്നെ ലഭിക്കാതെ വരുന്നു. യാതൊരു മാനദണ്ഡവുമില്ലാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മനോനില അനുസരിച്ച് സ്ഥലമാറ്റ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനാലും ചിലരുടെ വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടി വരുന്നതിനാലുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നാളിതുവരെ നടന്നിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ മലങ്കര സഭയിലെ ശുശ്രൂഷകന്മാരെ പല തട്ടുകളിലാക്കിയിരിക്കുകയാണ്. 5 തട്ടുകൾ ചൂണ്ടിക്കാണിക്കാം. ബൈബിളിലെ സംഭവങ്ങളെ ചേർത്ത് അല്പം നർമ്മം കലർത്തി പറയാം. 1-മതായി, ലോത്തിൻ്റെ കാഴ്ചപ്പാടുള്ള ശുശ്രൂഷകന്മാർ എന്ന് വെച്ചാൽ നീരോട്ടമുള്ള പ്രദേശങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവർ. അത്തിനിലം, അവിടം വിട്ടാൽ പാല, കൂത്താട്ടുകുളം, കോലഞ്ചേരി, കണ്ണാറ, മൂവാറ്റുപുഴ, കുറ്റിച്ചിറ, ഉടുമ്പന്നൂർ എന്നിങ്ങനെ പോകുന്നു അത്തരക്കാരുടെ ശുശ്രൂഷായിടങ്ങൾ. ഇനി ആരാനും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനും മറുപടിയുണ്ട്. ആർക്കും ആഗ്രഹമുണ്ടായിട്ടല്ല, സഭാവിശ്വാസികളുടെ നിർബന്ധം മൂലമാണ് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ വിശ്വാസികളുടെ സ്നേഹാതിരേകത്താൽ ഈ ലോത്തന്മാർ വലഞ്ഞു പോകുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥലം മാറ്റ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സഭകൾ വേണമെന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അടുത്തതായി, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം, അവിടെ നമുക്ക് 2 വിഭാഗം ശുശ്രൂഷകരെ കാണാം. 1-ാം വാക്യം, അപ്പൊല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസോസിലെത്തി. 2-ാമത്തെ കൂട്ടർ ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നവർ, അതായത് അട്ടപ്പാടി, കട്ടപ്പന, കോട്ടപ്പടി, കുറുപ്പുംപടി, അടിമാലി, രാജാക്കാട്, കഞ്ഞിക്കുഴി, ഇഞ്ചത്തൊട്ടി, മണിയാറൻകുടി. ഒരിക്കൽ പോലും പുറംദേശത്തേക്ക് ഒരു മാറ്റം കണ്ടിട്ടില്ല. ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിക്കുവാൻ വിധിക്കപ്പെട്ട പാസ്റ്റർമാരാണിവർ. 3-ാമത്തെ കൂട്ടർ ആ വാക്യത്തിൽ തന്നെയുണ്ട്. അപ്പല്ലോസിനെ കോരിന്തിൽ തന്നെ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നവർ,
അവർക്ക് നീരോട്ടവും പ്രശ്നമല്ല, ഉൾപ്രദേശവും കാര്യമല്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. തൊടുപുഴ മേഖലയിലാണ് ഇത്തരക്കാർ കൂടുതൽ. ഇവിടം വിട്ട് പുറത്തേക്ക് താല്പര്യമില്ല. 4ാമത്തെ വിഭാഗം മച്ചുനൻ പാസ്റ്റർമാർ. കൊലോസ്യർ 4:10 മർക്കോസിനെ ബർണബാസിൻ്റെ മച്ചുനൻ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 15:36 ഈ മർക്കോസിന് വേണ്ടി ബർണബാസ് പൗലോസുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നതായി കാണാം. സ്വന്തം ബന്ധം, അമ്മാവൻ, അളിയൻ എന്നീ നിലയിൽ നമ്മുടെ ഇടയിൽ ധാരാളം ശുശ്രൂഷകരുണ്ട്. അവർക്ക് വേണ്ടി വാദിക്കാനും സ്ഥാനങ്ങളും സഭകളും സംഘടിപ്പിച്ച് നൽകാനുമായി പരസ്പര സഹായ സഹകരണങ്ങൾ സംഘമായി ഇക്കൂട്ടർ പ്രവർത്തിക്കുന്നു. പരസ്പരം ശുശ്രൂഷയ്ക്ക് വിളിക്കുക, അവസരങ്ങൾ നൽകുക, കൂടിയാലോചനകൾ നടത്തുക തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. 5ാമത്തെ വിഭാഗം പട്ടണം തോറും ചുറ്റി നടക്കുന്നവർ. തീത്തോസ് 1:5 മൂപ്പന്മാരെ വാഴിക്കുക, ചുറ്റി നടന്ന് ഫണ്ട് പിരിക്കുക, പ്രശ്നങ്ങൾ തീർക്കുക, കല്യാണം, ശവസംസ്കാരം തുടങ്ങിയവയുമായി ഓടി നടക്കുക, കൗൺസിൽ എന്ന പേരിൽ ഒരുമിച്ച് കൂടുക, ഒരു വർഷം നടത്തിയ സിറ്റിംഗ് എത്രയെന്ന് കൃത്യമായി കണക്ക് റിപ്പോർട്ടിൽ അവതരിപ്പിക്കുക, യാത്രാപ്പടിയും സിറ്റിംഗ് ഫീസും ഉൾപ്പെടെ എഴുതിയെടുക്കുക തുടങ്ങിയവയാണ് ഇഷ്ടവിനോദങ്ങൾ. ഇതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടായി എന്നല്ലാതെ ഈ സംഘടനയ്ക്ക് എന്ത് നേട്ടം എന്ന് ആരും ചിന്തിക്കുന്നില്ല. പ്രാദേശിക സഭകളുടെയും ശുശ്രൂഷകന്മാരുടെയും തന്നാണ്ട് റിപ്പോർട്ടുകൾ ശേഖരിച്ച് അത് പരസ്യപ്പെടുത്തുവാൻ ഇക്കൂട്ടർ കാണിക്കുന്ന ഉത്സാഹം തങ്ങൾ എന്തു ചെയ്തു എന്നതിൽ മൗനം അവലംബിക്കുകയാണ് പതിവ്. ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ പരസ്യ യോഗങ്ങൾ നടത്തി, വീടുകൾ കയറി ട്രാക്റ്റ് കൊടുത്തു തുടങ്ങിയ മുടന്തൻ ന്യായീകരണങ്ങൾ നടത്തി തലയൂരും. പൊതു ശുശ്രൂഷകന്മാർ എന്നാണ് ഇക്കൂട്ടർ അറിയപ്പെടുന്നത്. അതിനാൽ തന്നാണ്ട് സഭാ റിപ്പോർട്ടിൽ പൊതു ശുശ്രൂഷകരുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തി അവതരിപ്പിക്കണം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതിനെ സംബന്ധിക്കുന്ന എഴുതപ്പെട്ട ഒരു മാനദണ്ഡം നമുക്കില്ല എന്നതാണ് കാരണം. പൊതു ശുശ്രൂഷകന്മാർ എന്നാൽ എന്ത് എന്നത് നിലവിലെ ഭരണഘടനയിൽ വിശദമാക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പദം പോലും ഭരണഘടനയിൽ ഇല്ല എന്നതാണ് വാസ്തവം. സഭയുടെ വളർച്ചയിൽ പൊതു ശുശ്രൂഷകന്മാരുടെ പങ്ക് വളരെ വലുതാണ്. അതിനാൽ തന്നെ അവരുടെ നിയമനവും ശുശ്രൂഷയും സംബന്ധിച്ച് വ്യക്തമായ മാർഗരേഖ ഉണ്ടാകണം. നമ്മുടെ വിശ്വാസ വിഷയങ്ങളുടെ ക്രമീകരണം എന്ന കൈപ്പുസ്തകത്തിൻ്റെ 22-ാം പേജിൽ 10-ാം പോയിന്റിൽ ഇങ്ങനെ വായിക്കുന്നു: പൊതു ശുശ്രൂഷകർ സുവിശേഷകരാൽ ആകർഷിക്കപ്പെടാത്ത ദൈവമക്കളെ ചേർത്ത് സ്ഥലം സഭയായി ക്രമീകരിച്ച് ഉറപ്പിച്ച് മൂപ്പന്മാരെ ആക്കിക്കൊടുത്ത് പുതിയ സ്ഥലങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടവരാണ്. കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രത്തിൽ ഇത് എത്രമാത്രം പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാം ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാസത്തിൽ ഒരിക്കൽ മേഖലയിലുള്ള പാസ്റ്റർമാരെ വിളിച്ചുകൂട്ടി കേവലം ഫണ്ട് പിരിവ് നടത്തുക എന്ന ഉത്തരവാദിത്തം മാത്രം ചെയ്യാതെ സഭാ ശുശ്രൂഷകരുടെയും പൊതുസഭയുടെയും സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് തങ്ങളാൽ ആയത് ചെയ്യുവാൻ കഴിയണം. കൊച്ചിയിൽ താമസിക്കുന്നയാൾ ഗോകർണത്ത് പോയി സഭാഭരണം മേഖലാഭരണം നടത്തിയിട്ട് എന്താണ് വിശേഷം? മാത്രമല്ല, മുമ്പ് പറഞ്ഞതുപോലെ പൊതു ശുശ്രൂഷകന്മാരുടെ നിയമനത്തിനും കാലാവധി നിശ്ചയിക്കണം. ഓരോ 3 വർഷം കൂടുമ്പോൾ സഭയുടെ ചുമതലയിലേക്ക് മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യണം. പ്രാദേശിക സഭയുടെ ചുമതല ഉള്ളവരെ മേഖലാഭരണം ഏൽപ്പിക്കരുത്. മേഖലയുടെ ചുമതല ഏൽപ്പിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കപ്പെടണം. അത് എന്ത് എന്ന് വ്യാഖ്യാനിക്കുകയും അവരുടെ നിയമനം, ശുശ്രൂഷ, സഭാ ശുശ്രൂഷകന്മാരുടെ സ്ഥലം മാറ്റം, പുത്രികാ സംഘടനകളായ സൺഡേ സ്കൂൾ, യൂത്ത് അസോസിയേഷൻ, സോദരി സമാജം തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു മാർഗരേഖ നമുക്കുണ്ടായേ തീരൂ. 8ാമതായി, ദേവദാസന്മാരുടെ സ്ഥലം മാറ്റത്തിനും നല്ല സഭകൾ ലഭിക്കുന്നതിനും പെന്തക്കോസ്ത് സഭകളിൽ ഇന്ന് പണത്തിൻ്റെ സ്വാധീനം വളരെയാണ്. സെൻട്രൽ പാസ്റ്ററെ മണിയടിച്ചും അവർക്ക് പണം നൽകുകയും സ്ഥാനങ്ങൾ കൈവശപ്പെടുത്തുന്നു. ഒരാൾ കുറച്ച് പണം വായ്പയായി ഒരാൾക്ക് നൽകുന്നു. അതിൻ്റെ പ്രത്യുപകാരം എന്ന വണ്ണം അയാൾക്ക് സെൻട്രൽ പാസ്റ്റർ സ്ഥാനമോ സൺഡേ സ്കൂൾ ഡയറക്ടർ സ്ഥാനമോ ലഭിക്കുക, അല്ലെങ്കിൽ ഒരു 10,000 രൂപ കേന്ദ്രത്തിലേക്ക് സംഭാവന ചെയ്തു. ശുശ്രൂഷിക്കാൻ സഭയില്ലാതിരുന്ന ആൾക്കും കിട്ടി നല്ലൊരു സഭ എന്നത് മറ്റൊരു പെന്തക്കോസ്ത് സഭകളിൽ സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഒരു 100 വർഷത്തെ പാരമ്പര്യമെങ്കിലും ഉണ്ട്. എന്നാൽ നമ്മൾ വെറും 30 വർഷമേ ആയിട്ടുള്ളൂ എന്നോർക്കണം. വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസൃതമായി ചിലർക്ക് സഭ നൽകാതിരിക്കുകയും
മറ്റു ചിലർക്ക് വരുമാനമുള്ള സഭകൾ നൽകുകയും ചെയ്യുന്നത് ആത്മീയതയ്ക്ക് ചേർന്നതല്ല. നമ്മുടെ 30 വർഷത്തെ ചരിത്രം യോഹന്നാൻ 2:16, മത്തായി 21:13, മർക്കോസ് 11:17, ലൂക്കോസ് 19:46 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ വാക്കുകളുടെ വെളിച്ചത്തിൽ മൂന്നായി തിരിക്കാം. ഒന്ന്, നമ്മുടെ ആരംഭ നാളുകൾ. ആദ്യത്തെ 10 വർഷം പരിശോധിച്ചാൽ 1990 മുതൽ 2000 വരെ പണത്തിൻ്റെ സ്വാധീനം കാര്യമായിട്ടില്ലായിരുന്നു. സ്നേഹവും സാഹോദര്യവും പുലർന്നിരുന്ന, അധികാര വടംവലിക്ക് കാര്യമായ അവസരമില്ലാതിരുന്ന കാലഘട്ടം. ഈ സഭ ദൈവസാന്നിധ്യമുള്ള ദേവാലയം തന്നെയായിരുന്നു. 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടം സഭ വാണിഭശാലയായി മാറി. പണത്തിൻ്റെ സ്വാധീനം കൂടി വന്നു. വരവ് ചെലവുകൾ 5 അക്കത്തിൽ നിന്നും 6 അക്കത്തിലേക്ക് കടന്നു. പാസ്റ്റർമാർ വലിയ വലിയ സഭകൾ കിട്ടുവാൻ തന്ത്രങ്ങൾ പയറ്റി തുടങ്ങി. എങ്ങനെ അധികാരത്തിൽ നിലനിൽക്കാമെന്ന് ചിലർ ചിന്തിക്കുവാൻ തുടങ്ങിയ കാലം. മൂപ്പന്മാർ സഭ നടത്തണം എന്ന ആശയം പല കുഴപ്പങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. വരുമാനമുള്ള സഭയിൽ ആജീവനാന്തം ശുശ്രൂഷിക്കാം എന്ന വ്യാമോഹത്തോടെ അതിനടുത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കുവാനുള്ള തത്രപ്പാട്. ഒരു സഭയുടെ അടുത്ത് 2 പേർ സ്ഥലം വാങ്ങിയാൽ ആരാദ്യം വീട് വയ്ക്കുമെന്നത് മറ്റൊരു പ്രശ്നം. പ്രാർത്ഥനാലയമായിരിക്കേണ്ട ദൈവാലയം സഭ വാണിഭശാലയായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2010 മുതൽ 2024 വരെയുള്ള കാലഘട്ടം സഭ കള്ളന്മാരുടെ ഗുഹ. മറ്റുള്ളവർ അധ്വാനിച്ചത് എങ്ങനെയും വീതം വെച്ചെടുക്കുക. എങ്ങനെ വീതം വെച്ചാൽ എല്ലാവർക്കും തുല്യമായി ഒപ്പിക്കാം എന്നാണ് പലരും ആലോചിക്കുന്നത്. അതുകൊണ്ടാണല്ലോ NM എൽദോസ് പാസ്റ്റർ സേനാപതി സഭയുടെ ചാർജ് എടുത്തപ്പോൾ ഭരണ സൗകര്യാർത്ഥം എന്ന ഓമന പേരിൽ ഹൈറേഞ്ച് മേഖലയെ 2 ആക്കിയത്. വീതം വയ്പ്പിൻ്റെ ചർച്ചകളാണല്ലോ പലപ്പോഴും ഗുഹയിൽ കൂടുതൽ നടക്കാറ്. ദൈവാലയം കള്ളന്മാരുടെ ഗുഹ എന്ന അവസ്ഥയിലേക്ക് അധപ്പതിക്കരുത്. അങ്ങനെ ആയാൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർന്നു പോകുവാൻ അധികകാലം വേണ്ടിവരില്ല. നമുക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ ഒരിക്കലും കഴിയില്ല. അതിനാൽ പണത്തിൻ്റെ സ്വാധീനം മലങ്കര സഭയിൽ കടന്നു വരുവാൻ അനുവദിക്കരുത്. എക്കാലവും ഇതിനെ ഒരു ദേവാലയമായി നിലനിർത്താൻ നാം പരിശ്രമിക്കണം. 9, ലോകത്തിൽ ഇന്നുവരെ ആരംഭിച്ചിട്ടുള്ള ഏതൊരു പ്രസ്ഥാനത്തെക്കാളും അനുഗ്രഹീതമായ തുടക്കമാണ് നമുക്കുള്ളത്. എല്ലാവരും 1-ൽ നിന്ന് ആരംഭിച്ച് 2, 3, 4 എന്നിങ്ങനെ വളർന്ന് 100-ലെത്തുമ്പോൾ നാം തുടങ്ങിയത് തന്നെ 100-ലാണ്. 1990-91 കാലഘട്ടത്തിൽ നമുക്ക് ഏകദേശം 100ഓളം സഭകളുണ്ടായിരുന്നു. ഈ 30 വർഷമായിട്ടും അതിൽ നിന്നും ഒരെണ്ണം കുറയുകയല്ലാതെ കൂട്ടുവാൻ നമുക്കായിട്ടില്ല. അന്ത്യകാല ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസ്ഥാനമെന്നാണ് നമ്മൾ സ്വയം അഭിമാനിക്കുന്നത്. പക്ഷേ നമ്മുടെ യഥാർത്ഥ അവസ്ഥ പരിശോധിച്ചാൽ വാസ്തവത്തിൽ ലവോദിക്യ സഭയുടെ അതേ സ്ഥിതി, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് അവകാശപ്പെടുന്നത് പോലെ പൊതു ശുശ്രൂഷകന്മാർ, പ്രാദേശിക സഭാ ശുശ്രൂഷകർ, സുവിശേഷകന്മാർ, ബൈബിൾ സ്കൂളിൽ പഠിച്ചവർ, അറിവുള്ളവർ എന്ന് അഭിമാനിക്കുന്ന ധാരാളം പേർ നമുക്കുണ്ട്. സഭകൾക്ക് അയക്കുന്ന സർക്കുലറുകൾ ശ്രദ്ധിക്കുക. നമുക്കിവിടെ സർക്കുലറുകളുടെ ബഹളമാണ്. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന സർക്കുലറുകൾ കണ്ടാൽ അതും സ്വീകർത്താവ്, പ്രേക്ഷിതൻ, ശ്രദ്ധ ക്ഷണിക്ക തുടങ്ങി എന്തെല്ലാം ബഹളങ്ങൾ. മറ്റു സഭകളിൽ ഉള്ളവർ ദൈവനാമത്തിന് മഹത്വം, ദൈവദാസനും സഭയ്ക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹമന്ത്രം എന്ന് മാത്രം. ഇത്രയും പോരെ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരമദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സഭ കൂടിയാണ് നമ്മുടേത്. ഒരു ബൈബിൾ ക്ലാസ് സംഘടിപ്പിച്ചാൽ, ഒരു മേഖലാ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ, 2ാം ശനിയാഴ്ച മീറ്റിംഗ് നടത്തിയാൽ, യൂത്ത് മീറ്റിംഗ് നടത്തുമ്പോൾ ശുശ്രൂഷകർക്കായി ഇന്നും നമുക്ക് മറ്റു പ്രസ്ഥാനങ്ങളിലുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതിലുള്ളവർക്ക് അവസരങ്ങൾ നൽകി വളർത്തിക്കൊണ്ടുവരുവാനോ അവരെ പ്രോത്സാഹിപ്പിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സംഘമാണ് നമ്മളെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് ആവശ്യമായ ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. 30 വർഷമായിട്ടും ദൈവം അത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ദൈവമേ നീ ഞങ്ങൾക്ക് ആവശ്യത്തിന് ശുശ്രൂഷകന്മാരെ തരാത്തത്?
എന്തുകൊണ്ട് ഞങ്ങൾ ഇന്നും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരുന്നു? ഞങ്ങൾക്ക് തോന്നുന്നത് ദൈവം ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കാത്തതല്ല പ്രശ്നം, ദൈവം എഴുന്നേൽപ്പിച്ചവരെ അംഗീകരിക്കുവാൻ മനസ്സില്ലാത്തതാണ് പ്രശ്നം. വളർന്നു വരുന്ന യുവതലമുറയുടെ മുമ്പിൽ എങ്കിലും ഉയർത്തി കാണിക്കുവാൻ ചില ശുശ്രൂഷകർ നമുക്കുണ്ടായേ തീരൂ. കൊറോണയുടെ വ്യാപനകാലം മുതൽ ഇന്ന് വരെ MCCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും പല സഭകൾ സംയുക്തമായും സംഘടിപ്പിച്ച സൂം സഭായോഗം കൂടിവരവുകളുടെ ധാരാളം പോസ്റ്ററുകൾ കാണുന്നു. MCCയിലെ കുറച്ച് ശുശ്രൂഷകരൊഴിച്ച് അതും ചിലർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം അവസരം നൽകി ബാക്കി എല്ലാവരും തന്നെ ഏതൊക്കെയോ സംഘടനകളിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരൊക്കെയോ ആണ് പ്രസംഗിക്കുകയോ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുകയോ ആയി കണ്ടത്. നാളിതുവരെ നമ്മുടെ അനുഭവം ഇപ്രകാരം വന്നു പഠിപ്പിക്കുന്നവർ ദുരുപദേശം പഠിപ്പിക്കുകയോ അവർ പിന്നീട് ദുരുപദേശകരായി മാറി സഭയിൽ കലക്കമുണ്ടാക്കുകയോ ചെയ്യുന്ന കാഴ്ച നാം കാണുന്നു. ഉദാഹരണം, യേശു കർത്താവ് എപ്പോൾ മടങ്ങി വരും എന്ന ഗവേഷണത്തിലാണ് പലരും. മഹാപീഡനത്തിന് മുമ്പാണോ, അതിൻ്റെ മധ്യത്തിലാണോ, അതോ അതിന് ശേഷമാണോ? ബാംഗ്ലൂരുള്ള ഒരു വ്യക്തി സൂം മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതായി കണ്ടു. കുറേ കഴിഞ്ഞ് ഇതിന് വിപരീതമായി വിശ്വസിക്കുന്ന മറ്റൊരു സഭയിലെ പാസ്റ്റർ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നു എന്നറിഞ്ഞു. വിശ്വാസികളുടെ ഗതികേടെന്നല്ലാതെ എന്തു പറയാൻ? സത്യം പറഞ്ഞാൽ പഠിപ്പിക്കുന്നത് എന്തെന്നോ സ്ഥാപിക്കുന്നത് എന്തെന്നോ ഒരു പിടിയുമില്ല. 10. കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ പല സന്ദർഭങ്ങളിലും ധാരാളം ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. മൂപ്പന്മാർ സഭ നടത്തുക എന്ന തലതിരിഞ്ഞ ഒരാശയം നടപ്പിലാക്കുവാൻ നാം ശ്രമിക്കുകയുണ്ടായി. അത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഗുണത്തേക്കാൾ ദോഷം ചെയ്യുകയാണ് ഉണ്ടായത്. 2000 കാലഘട്ടത്തിൽ നമ്മൾ സ്വയം ഉണ്ടാക്കിയൊരു പ്രശ്നമായിരുന്നു സഭയുടെ നടത്തിപ്പുകാർ ബിഷപ്പുമാർ എന്നറിയപ്പെടണം എന്ന ആശയം. യാതൊരു വിധത്തിലുമുള്ള പഠനങ്ങളും വരുംവരായികളും നോക്കാതെ എടുത്ത ഒരു തീരുമാനമായിരുന്നു അത്. അതേ തുടർന്ന് എൻ്റെ അറിവിൽ 2 സഭകൾ ഈ പ്രസ്ഥാനത്തിൽ നിന്നും വേർപെട്ടു പോയി എന്ന ഗുണം മാത്രമാണ് ഉണ്ടായത്. അതിൽ ഒന്നാണ് കൊണ്ടാഴി സഭ. 100ഓളം വിശ്വാസികളുമായി ആ ദേശത്ത് നല്ല സാക്ഷ്യം പ്രാപിച്ച അനുഗ്രഹീതമായിരുന്ന സഭ ഒരു സുപ്രഭാതത്തിൽ നാശകോശമായി തീർന്നു. പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ചയാണ് അതിന് കാരണം. മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെയാണ് സംഭവിച്ചത് എന്ന് പറയാം. ബിഷപ്പ് പ്രശ്നത്തിൻ്റെ പേരിൽ കൊണ്ടാഴി സഭ ഈ പ്രസ്ഥാനവുമായി ബന്ധം വേർപിരിയുന്നു എന്ന് വന്നപ്പോൾ 2 പേരെ പ്രശ്നപരിഹാരത്തിനായി നിയോഗിക്കുകയുണ്ടായി. സന്ധി സംഭാഷണത്തിൻ്റെ അവസാനം നിങ്ങൾ വിട്ടുപോയാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല, പോകണമെങ്കിൽ പൊയ്ക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട പാറപ്പുഴ അച്ഛൻ പറയുന്നത് കേട്ടു, ഒരു വർഷത്തിൽ സഭയിൽ സ്നാനപ്പെട്ടത് 13 പേർ, സഭയിൽ നിന്നും പുറത്തു പോയത് 256 പേർ. സഭകളായിട്ടും വ്യക്തികളായിട്ടും നമ്മളായിട്ട് തന്നെ ചിലതിനെ പുറത്ത് കളയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര പേരെ നമ്മൾ പുറത്ത് വിട്ടിരിക്കുന്നു? പുറത്ത് വിടാൻ എളുപ്പമാണ്, കൊണ്ടുവരാനാണ് പ്രയാസം. 11. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു ദൈവശാസ്ത്രം ഇപ്പോഴും ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. ശുശ്രൂഷകന്മാർ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സഭകളിൽ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സഭയുടെ നിലപാട് എന്തെന്ന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ചിലരെ അതിനായി നിയോഗിച്ചതായി അറിയുന്നു. ഇതുവരെ ഫലമുണ്ടായിട്ടില്ല. ഈ 30 വർഷമായിട്ട് നമ്മുടേതായൊരു വ്യക്തിത്വം രൂപപ്പെടുത്തുവാൻ ഇനിയും നമുക്കായിട്ടില്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ സമർപ്പിക്കുവാനുള്ള വിവരണ ശേഖരണത്തിൻ്റെ ഫോറത്തിൽ തലക്കെട്ടിൽ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിനെ ബ്രാക്കറ്റ് പെന്തക്കോസ്താക്കിയതായി കണ്ടു. നാളിതുവരെ നാം ശക്തിയുക്തം പറഞ്ഞിരുന്നത് പെന്തക്കോസ്തല്ല എന്നാണ്. അങ്ങനെ പറയുമ്പോഴും നാം എന്താണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതും വസ്തുതയാണ്. യാക്കോബായ സഭയിൽ സെൻറ്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പിനോട് സഹകരിച്ച് വിവിധ പള്ളിക്കൂട്ടായ്മകളിൽ ഉണ്ടായിരുന്നവരിൽ ഒരു വിഭാഗം MCPF രൂപീകൃതമായപ്പോൾ അതിനോട് ചേർന്നു. അതാത് സ്ഥലങ്ങളിൽ വേർപെട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ പ്രാദേശിക കൂടിവരവുകൾക്ക് നേതൃത്വം കൊടുത്തവർ ഗ്രൂപ്പ് ലീഡേഴ്സായി. പിന്നീട് ഗ്രൂപ്പ് ലീഡേഴ്സിൽ വിവാഹിതർ പാസ്റ്റർമാരും അവിവാഹിതർ സുവിശേഷകരുമായി അഭിഷക്തരായി. ഓരോരുത്തർക്ക് അവരവർക്ക് ബോധിച്ചതുപോലെ സഭകളെ നയിച്ചു. വേണ്ടത്ര വിദ്യാഭ്യാസമോ വേദപുസ്തക പരിജ്ഞാനമോ ഇല്ലാതിരുന്ന അവരെ പലരും മുതലെടുത്തു. ജനിച്ചു വീണ കുഞ്ഞിനെ കുളിപ്പിക്കുവാനും കളിപ്പിക്കുവാനും മറ്റ് സംഘടനകളിലെ പലരും മുന്നോട്ട് വന്നു. കണ്ണാറയിലുള്ളവരെ കുളിപ്പിച്ചത് അഥവാ സ്നാനപ്പെടുത്തിയത് ബ്രദറൻ സഭാ മൂപ്പൻ എബ്രാഹിം സാറും കൂട്ടരുമായിരുന്നു. എങ്കിലും കളിപ്പിച്ച് വളർത്തിയത് PG മാഷും കൂട്ടരുമായതുകൊണ്ട് അവർ പെന്തക്കോസ്ത് അനുഭവസ്ഥരായി തീർന്നു.
അങ്കമാലി ഭാഗത്തുള്ളവരെ CV പൗലോസും കൂട്ടരും കളിപ്പിച്ച് വളർത്തിയത് കൊണ്ട് കുറച്ചു പേർ ആ സ്വാധീന വലയത്തിൽ പെട്ടുപോയി. മറ്റിടങ്ങളിൽ ആര് കളിപ്പിച്ചു വളർത്തിയോ ആ സ്വാധീനം ഇന്നും കാണാം. പെന്തക്കോസ്താണോ, ബ്രദറാണോ, അതോ മറ്റു വല്ലതുമാണോ എന്ന ഒരുത്തനും ഒരു പിടിയും കിട്ടുന്നില്ല. ഓരോ പ്രാദേശിക സഭകളെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് കാണുവാൻ സാധിക്കും. സഭകളുടെ ചുമരിൽ വിശ്വാസ വിഷയങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. എങ്കിലും അത് വിശദീകരിക്കാൻ ഇന്നുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ആരാധനാ രീതി തന്നെ ഉദാഹരണം. സങ്കീർത്തനം വായിക്കുന്ന സഭകൾ, വായിക്കാത്ത സഭകൾ, പുതിയ നിയമം വായിക്കുന്ന സഭകൾ, അന്യഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നവർ, നിരുത്സാഹപ്പെടുത്തുന്നവർ, എങ്ങനെയായാലും വിരോധമില്ല എന്ന് കരുതുന്നവർ, ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. IPC മുതലായ സഭകളെ എടുത്ത് പരിശോധിച്ചാൽ കാലാകാലങ്ങളായി അവർ കാത്തു സൂക്ഷിക്കുന്ന, അത് തെറ്റോ ശരിയോ ആയാലും ഒരു വ്യക്തിത്വം അവർക്കുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. നമ്മുടെ തുടക്ക സമയത്ത് സഭായോഗത്തിൽ 2 സങ്കീർത്തനങ്ങൾ വായിക്കുമായിരുന്നു. 90-91 കാലഘട്ടത്തിൽ സഭായോഗം നടത്തിയിട്ടുള്ളവർക്ക് ഓർമ്മ കാണും. ആദ്യത്തേത് ശുദ്ധീകരണ സങ്കീർത്തനവും രണ്ടാമത്തേത് ആരാധനയ്ക്കുള്ളതും എന്ന നിലയിലായിരുന്നു. വന്നിപ്പോൾ ഒന്നുപോലും വായിക്കേണ്ട എന്നായിരിക്കുന്നു. പ്രാദേശിക സഭകൾ തമ്മിൽ ഈ വിഷയത്തിൽ ഐക്യത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വിശ്വാസ വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് ശുശ്രൂഷകന്മാരെ പഠിപ്പിച്ച് അവരിലൂടെ വിശ്വാസികളെ ഉദ്ബുദ്ധരാക്കുന്നതിന് നമുക്ക് കഴിയണം. 12 നമ്മുടെ സഭയ്ക്ക് കേരളത്തിന് പുറത്തും വിദേശത്തും പ്രവർത്തനങ്ങളുണ്ട് എന്നത് അഭിമാനമാണ്. പക്ഷേ ഭരണഘടനയിൽ ഇത് സംബന്ധിച്ച് കാര്യമായൊന്നും പറഞ്ഞിട്ടില്ല. പലപ്പോഴും ബാഹ്യ കേരള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ഇവിടെ ഇരുന്ന് അവിടെ നിയന്ത്രിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. എന്നോടൊരാൾ തുമാരാ നാം ക്യാ ഹേ എന്ന് ചോദിച്ചാൽ മേരാ നാം ക്യാ ഹേ എന്ന് പറയാൻ എനിക്കറിയില്ല. എന്നെ വടക്കേ ഇന്ത്യൻ വേലയുടെ ചുമതല ഏൽപ്പിച്ചാൽ എങ്ങനെയിരിക്കും? ഹിന്ദി ഭാഷ അറിയാവുന്ന അനുഭവ പരിജ്ഞാനമുള്ളവർ ഇല്ലാഞ്ഞിട്ടല്ല. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറയുന്നത് വടക്കേ ഇന്ത്യൻ വേലയ്ക്കുള്ള ചെലവ് മിഷൻ ബോർഡുകാരുടെ അക്കൗണ്ട് വഴിയാണ് പോകുന്നതെന്നാണ്. ചക്കരക്കൂടം വിട്ടുകൊടുക്കാൻ ആർക്കും മനസ്സില്ല. അതുതന്നെ കാര്യം. കേരളത്തിൽ നിന്നും സ്വന്തം കാറിൽ ഒറീസയിൽ പോയി വേല ചെയ്ത് മടങ്ങി വരുവാനുള്ള ചിലരുടെ ആത്മഭാരം വല്ലാത്തത് തന്നെ. ഒരു സഭയിലെ വിശ്വാസികൾ കഷ്ടപ്പെട്ടു മിഷന് വേണ്ടി സ്വരുക്കൂട്ടിയ സമ്പാദ്യം അങ്ങനെ ആവിയായിപ്പോയി. 30-40 കുടുംബങ്ങളുള്ള ഒരു സഭയുടെ ചുമതല വഹിക്കുന്ന ഒരു പാസ്റ്റർ സുവിശേഷത്തിൻ്റെ പേരിൽ അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് നോർത്ത് ഇന്ത്യയിൽ ടൂർ പോകുന്നത് ആത്മഭാര നിമിത്തമാണോ? പകരം ശുശ്രൂഷയ്ക്ക് വരുന്ന പാസ്റ്റർക്ക് യാത്രാക്കൂലി സഭ നൽകണം. ടൂറ് പോയ പാസ്റ്റർ മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ അലവൻസ് സഭ നൽകേണ്ടി വരുന്നു. എന്തിനാണ് സഭയ്ക്ക് 2 ചെലവ് വരുത്തി വയ്ക്കുന്നത്? ഇങ്ങനെ പോകുന്ന പാസ്റ്റർമാർക്ക് പകരം ശുശ്രൂഷയ്ക്ക് വരുന്ന പാസ്റ്റർമാർക്ക് നൽകുന്ന യാത്രാപ്പടി സഭാ പാസ്റ്ററുടെ അലവൻസിൽ നിന്നും കൊടുക്കുവാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം. ഇനി പോകേണ്ടത് അത്യാവശ്യമാണെങ്കിൽ ഒരു പണിയുമില്ലാതിരിക്കുന്ന മറ്റു പാസ്റ്റർമാരെ അയച്ചാൽ പോരെ, അവർക്കും അവസരമാകുമല്ലോ. 13 എല്ലാ വർഷവും ഭാരവാഹി ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് എത്ര ചുമതല നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പലപ്പോഴും കാണുന്ന ഒരു വസ്തുത എന്നത് ബഹുമാനപ്പെട്ട ജോൺ പാറപ്പുഴയാണ് നമ്മുടെ പ്രസ്ഥാനത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള വ്യക്തി എന്നുള്ളതാണ്. കാരണം എല്ലാ പ്രാവശ്യവും ചുരുങ്ങിയത് 6-7 ചുമതലകൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ വെച്ച് കെട്ടിക്കൊടുത്തിരിക്കുന്നത് കാണാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോസ് പാസ്റ്ററാണ് ആരോഗ്യശ്രീമാൻ. 5ഓളം ചുമതലകൾ ചുമലിലുണ്ട്. എന്തിനാണ് ഇത്ര കഷ്ടം സഹിക്കുന്നത്? ചുമതല ഏൽക്കുവാൻ ആരും തയ്യാറാകുന്നില്ലെങ്കിൽ ശരി. എന്നിരുന്നാലും ഒരു ആത്മീയ പ്രസ്ഥാനത്തിന് ഇത് ഭൂഷണമല്ല. വിശ്വാസവും പരിശുദ്ധാത്മാവും ദൈവകൃപയുമുള്ളവർ ഉണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കണം. 6 മാസത്തിലൊരിക്കൽ ബോർഡ് യോഗം വിളിക്കണമെന്നാണ് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു. നാളിതുവരെ അങ്ങനെ എത്ര തവണ കൂടിയിരിക്കുന്നു. തെക്ക് നിന്നും വടക്ക് നിന്നും പലരും വന്ന് പന്തിക്കിരിക്കുന്നതല്ലാതെ ഈ പ്രസ്ഥാനത്തിന് ഒരു ഗുണകരമായ എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യുകയോ തീരുമാനം കൈക്കൊള്ളുകയോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ അത് ചെവിക്കൊള്ളാതെ ഇരിക്കവിടെ എന്ന് പറയും. കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് 2022 മാർച്ച് 5-ാം തീയതിയിലെ ജനറൽ ബോഡി ശ്രദ്ധിച്ചാൽ മതി. ഭരണഘടനയിൽ വരുത്തേണ്ട തിരുത്തലുകൾ വ്യക്തമായി സർക്കുലർ ഇറക്കിയിട്ട് അതൊന്നും ചർച്ചയ്ക്കെടുക്കാതെ കേവലം MCC എന്ന പേര് മാത്രം എഴുതി ചേർത്ത് പിരിഞ്ഞു. ടൗൺ ഹാളിൻ്റെ വാടക അടക്കം അന്ന് എത്ര രൂപ ചിലവാക്കി? ഇതൊക്കെ ആരോട് പറയാൻ? ഈ പറയുന്നത് ശരിയാണോ എന്നറിയാൻ വരുന്ന
ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത് ശ്രദ്ധിച്ചാൽ മതി. കുന്നുമ്മേലച്ചന് നൽകി വന്നിരുന്ന അലവൻസ് താമസിപ്പിച്ചതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട എൻ.എം. എൽദോ പാസ്റ്ററെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ടെലിഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൗൺസിൽ സർക്കുലർ ഇറക്കി. എന്നാൽ എൽദോസ് പാസ്റ്റർ സഭയിൽ അതിൻ്റെ വിശദീകരണം നൽകിയപ്പോൾ ജനറൽ സെക്രട്ടറിയെ കുറ്റക്കാരനാക്കിയത് എന്തിന്? പിന്നീട് ഈ കാര്യം അറിഞ്ഞ ജനറൽ സെക്രട്ടറി എന്തിനാണ് വീണ്ടും എൽദോസ് പാസ്റ്ററെ കുറ്റപ്പെടുത്തി വാട്സാപ്പ് മെസ്സേജ് അയച്ചത്? ഇത് സഭയ്ക്ക് നൽകുന്ന സന്ദേശം എന്ത്? എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കള്ളന്മാരാണെന്നല്ലേ? അതെ, ഇത് കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുന്നു. അവസാനമായി അടിവരയിട്ട് പറയട്ടെ, നിലവിലുള്ള ഭരണഘടനയിൽ 4 കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ പ്രശ്നങ്ങൾ. ഗ്രൂപ്പ് ലീഡേഴ്സ് എന്നതിന് നൽകുന്ന തെറ്റായ വ്യാഖ്യാനം മാറ്റി ഓർഡിനേഷൻ ഉള്ള പാസ്റ്റർ, സുവിശേഷകർ, എൽഡർ എന്നിവരെ ഗ്രൂപ്പ് ലീഡേഴ്സ് എന്ന അർത്ഥത്തിൽ പരിഗണിക്കുക. അവരിൽ നിന്നും ദൈവകൃപയുള്ളവരെ ആയിരിക്കണം ഭാരവാഹികളായി തിരഞ്ഞെടുക്കേണ്ടത്. ബോർഡ് മെമ്പേഴ്സ് എന്നാൽ വിവിധ മേഖലയിൽ ഓർഡിനേഷനുള്ള എല്ലാവരും സഭാപ്രതിനിധികളും എന്നാക്കുക. നിലവിലെ ഭരണസമിതിയിൽ നിന്നും 7 പേർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടണമെന്ന വ്യവസ്ഥ മാറ്റി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാലാവധി നിശ്ചയിക്കുക. തുടർച്ചയായി 2 ഭരണസമിതിയിൽ 6 വർഷമായി അംഗങ്ങളാകുന്നവർ അടുത്ത 3 വർഷത്തേക്കെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി മാറി നിൽക്കുക. 2025 ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പാക്കിയാൽ അതോടെ തീരും നമ്മുടെ പ്രശ്നങ്ങൾ. നിലവിലുള്ള കോടതി വ്യവഹാരവും അതോടെ ഇല്ലാതാകും. 2 കാരണങ്ങളാൽ ഇത് നടപ്പിലാകാതെ പോകുന്നു. 1, അധികാരത്തിൻ്റെ ലഹരിയിൽ ആമഗ്നരായ അധികാരവർഗം ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന വാശി പിടിക്കുന്നത്. കാരണം ഒരിക്കൽ അധികാരം വിട്ടുകൊടുത്താൽ പിന്നീട് ഒരിക്കലും ഒരു പുനഃപ്രവേശനം സാധ്യമല്ല എന്ന് ഇക്കൂട്ടർക്ക് നന്നായി അറിയാം. അതിനാലാണ് ഭരണഘടനാ ഭേദഗതിക്കായി വിളിച്ചു ചേർത്ത 2022 ജനറൽ ബോഡിയിൽ വെച്ച് അത് ചർച്ച ചെയ്യാതിരുന്നത്. 2, ദൈവ ശുശ്രൂഷ ഒരു തൊഴിലായിക്കൊണ്ട് നടക്കുന്നവരുടെ എതിർപ്പ്. അവർക്ക് തൊഴിൽ ഉയർച്ചയും സാമ്പത്തിക ഉന്നമനവുമാണ് ലക്ഷ്യം. അതില്ലാതാകും. ദുരാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് തണുപ്പ് അന്വേഷിച്ച് നടക്കുന്നത് പോലെ മാമോൻ്റെ ആത്മാവിൽ അഭിഷക്തരായിട്ടുള്ളവർ നീരോട്ടമുള്ള ഇടങ്ങൾ തേടി നടക്കുന്നു. ദൈവദൃഷ്ടിയിൽ നിന്നും തള്ളപ്പെട്ട ശൗൽ 38 വർഷം രാജാധികാരം നടത്തി. രാജാഭിഷക്തനെങ്കിലും ദാവീദ് കാട്ടിലും ഗുഹയിലും അലയേണ്ടി വന്നു. ഇന്നല്ലെങ്കിൽ നാളെ തൈലാഭിഷേകം ഇല്ലാത്ത ശൗലിൻ്റെ അധികാരത്തിൻ്റെ പരിച ഗിൽബോവ പർവ്വതത്തിൽ എറിഞ്ഞു കളയേണ്ടി വരും എന്നറിയുക. സ്വന്തം കുന്തമുനയിൽ ശൗൽ സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ആർക്കു വേണ്ടിയാണോ അധികാരം കാത്തു സൂക്ഷിച്ചത് ആ യോനാഥാനും പട്ടുപോയി. നമുക്കിതൊരു പാഠമായിരിക്കണം. യേശു കർത്താവ് പറയുന്നത്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ സൂക്ഷിക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ ചേർപ്പാൻ മനസ്സായിരുന്നു. ദൈവാലയം വാണിഭശാലയായപ്പോൾ തന്നെ അവിടെ ചെന്ന് അതിനെ ശുദ്ധീകരിച്ച് കർത്താവ് മുന്നറിയിപ്പ് നൽകിയതാണ്. മുന്നറിയിപ്പ് അവഗണിച്ചതിനാൽ അടുത്ത 3 വർഷം കൊണ്ട് അത് കള്ളന്മാരുടെ ഗുഹയായി തീരുകയാണ് ഉണ്ടായത്. എന്നിട്ടും യേശു അതിനെ വീണ്ടും ശുദ്ധീകരിക്കുവാൻ തയ്യാറായി. ഒടുവിൽ കർത്താവ് ദേവാലയം വിട്ടുപോയി എന്ന് വായിക്കുന്നു. മത്തായി 24:1, മർക്കോസ് 13:1. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ആലയത്തിൻ്റെ ഗതി കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോവുക എന്നതാണ്. പ്രിയ ദൈവജനമേ, യേശു കർത്താവിന് നമ്മെ വീണ്ടും ചേർക്കുവാൻ മനസ്സാണ്. വിദ്വേഷവും വൈരാഗ്യവും പിണക്കവും മറന്ന് നാം അതിന് തയ്യാറാകണം. ഒരാൾ എത്ര ആരോഗ്യ ദൃഢഗാത്രനായിരുന്നാലും അയാൾ നിവർന്നു നിൽക്കുന്നിടത്തോളം താഴെ നിൽക്കുന്ന ഒരാളെ ഉയർത്തുവാൻ കഴിയുകയില്ല. ഒന്ന് കുനിഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ഉയർത്താൻ കഴിയൂ. അതിനാൽ നമുക്ക് മറ്റുള്ളവരുമായി ഒന്ന് താഴ്ന്നു കൊടുക്കാം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെ നമ്മിൽ അന്വർത്ഥമാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരയണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മളിലൂടെ ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മിൽ ദൈവരാജ്യം സ്ഥാപിതമാകുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറ്റുവാൻ ഈ സഭയെ ദൈവം ഒരുക്കട്ടെ. സത്യവും നീതിയും ആത്മാവിനുള്ള ഒരു സഭയായി തീരുവാൻ ഇടയാകട്ടെ. നാം ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആരംഭ നാളുകളിലേക്ക് മടങ്ങിപ്പോകാം. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട് എങ്കിൽ ആ ലക്ഷ്യം പ്രാപ്തിയിലേക്ക് മുന്നേറാം. അതിനായി ദൈവം എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഇത് പറയുന്നത് ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇതിലെ പദപ്രയോഗങ്ങൾ ആരെയും വ്യക്തിപരമായി ഉദ്ദേശിക്കുന്നതോ മുറിപ്പെടുത്തുവാനായി പറഞ്ഞതോ അല്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് യാദൃശ്ചികം മാത്രം.
ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാണ് ആ ലെറ്റർ. ഇത് നിങ്ങളുടെ അറിവിലും നിങ്ങളുടെ ചിന്തയ്ക്കും വേണ്ടി നിങ്ങളെ അറിയിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ഈ സോഷ്യൽ മീഡിയ വഴി അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുക, ചിന്തിക്കുക, ശരിയായ തീരുമാനങ്ങളിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ.